മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഈ അടുത്ത കാലത്തൊരു യാത്രയ്ക്ക് പോയപ്പോൾ ഫ്ലൈറ്റിൽ വെച്ച് ധാരാളം വ്യക്തികളെ പരിചയപ്പെട്ടു. ഞാൻ എത്തേണ്ട സ്ഥലത്ത് ആ രാജ്യത്തെത്തിയപ്പോൾ അവിടെയും ധാരാളം വ്യക്തികളെ പരിചയപ്പെട്ടു. അതിൽ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട ഒരാൾ എന്നോട് പറഞ്ഞത്, സാറിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിരുന്നു, ഇപ്പം ഞാൻ കേൾക്കാറില്ല. സാറ് വർഗീയം പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ഞാനത് കേൾക്കൽ നിർത്തി. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ പണ്ട് 10 വർഷം 15 വർഷം മുമ്പൊക്കെ പ്രസംഗിച്ചതാണ്. ഇപ്പോൾ വർഗീയം എന്ന് പറഞ്ഞ് ചില കൊട്ടേഷൻ മാത്രം എടുത്തിട്ട് ചിലർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ വർഗീയം പ്രസംഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നിങ്ങൾ എൻ്റെ പ്രഭാഷണം കേൾക്കൽ നിർത്തിയതെങ്കിൽ ആദ്യം മുതൽക്കേ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത് ഹിന്ദുക്കളുടെ മഹത്വവും മതപരിവർത്തനത്തിനെതിരെയും ലവ് ജിഹാദിനെതിരെയും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു, നന്മകളും തിന്മകളും പറഞ്ഞുകൊണ്ടിരുന്നു. ആദ്യം മുതൽക്ക് പ്രഭാഷണം നിങ്ങളുടെ ഉദ്ദേശത്തിലെ വർഗീയം തന്നെയാണ്. ഇപ്പൊ ഞാൻ വിഷയങ്ങൾ മാറ്റി കുറേ പൈതൃകത്തിലേക്ക് വരുന്നു. ഇപ്പൊ വർഗീയത കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നിർത്തിയത് എങ്കിൽ നിങ്ങൾ പണ്ട് മുതൽക്കേ തുടങ്ങരുതായിരുന്നു. പണ്ട് മുതൽക്ക് ഞാൻ പറഞ്ഞിരുന്നത് ഇതൊക്കെ തന്നെയാണ്, പുതിയതായിട്ട് പറയുകയല്ല. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ ചിരിക്കുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ, ഖത്തർ എയർവേസിൽ. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കും ഡിട്രോയിറ്റിലും ഹ്യൂസ്റ്റണിലും കുറേ നല്ല വ്യക്തികൾ വളരെ നല്ല താല്പര്യമുള്ളവർ വന്ന് പറഞ്ഞു, സാർ ഇത്രയും അധികം വൈവിധ്യമാർന്ന സബ്ജക്റ്റുകളെല്ലാം ഇങ്ങനെ പറയുമ്പോൾ ചിലർക്കൊരു സംശയം. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് സംശയമുണ്ടോ? എനിക്ക് സംശയമില്ല. ചിലർക്കൊരു സംശയം, ഇത്രയും അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ വെറുതെ കൃത്രിമമായിട്ട് പറയുകയാണോ എന്ന് ചിലർക്ക് സംശയം. ഇപ്പം ഞാൻ പറഞ്ഞു, അവർക്ക് ആ സംശയം ഇരുന്നോട്ടെ, നമ്മളെന്തിനാ ബോധർ ചെയ്യുന്നേ? എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അതല്ല, സാറ് സാധിക്കുമെങ്കിൽ സാറിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. സാർ ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ പലർക്കും പല സംശയങ്ങളും ഉണ്ടാവുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് വളരെ മോശമല്ലേ? മാത്രമല്ല, ആരാണപ്പ ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞവരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. സാർ അതൊക്കെ വളരെ പണ്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ യൂത്തിന്, ഡോക്ടർമാർക്ക്, അതുപോലെയുള്ള സാധാരണക്കാർക്ക്, ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്കും ഉൾപ്പെടെ സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സാർ ഈ വിഷയങ്ങൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. എത്രയോ സബ്ജക്റ്റ് സാർ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുകൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, ഏത് കാര്യം ഞാൻ പറയുമ്പോഴും ഞാൻ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഞാൻ നൃത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, വാസ്തുവിനെക്കുറിച്ചുള്ള അന്ധവിശ്വാസത്തെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ഡീപ്പ് പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് സംഗീതം അറിഞ്ഞൂടാ, എനിക്കറിയാത്ത വിഷയമായ സംഗീതത്തെക്കുറിച്ച് ഞാൻ പറയില്ല. അതേസമയത്ത് ശാർംഗധരൻ്റെ സംഗീത രത്നാകരത്തിലെ കൊട്ടേഷൻ ഞാൻ എടുക്കാറുണ്ട്, സംഗീതത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതുപോലെ ഭരതമുനിയുടെ നാട്യശാസ്ത്രം പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. പക്ഷെ വായിച്ച് കിട്ടിയ അറിവ് കൊണ്ട് പഠിച്ചു കിട്ടിയ അറിവ് ആവില്ല, അതുകൊണ്ട് ഞാൻ പറയാറില്ല. എനിക്ക് അറിയാത്ത വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. അറിയാത്ത വിഷയമാണെങ്കിൽ, ഒരു ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ നല്ലവണ്ണം പഠിച്ചിട്ടേ പറയാറുള്ളൂ. ചിലപ്പോൾ ചില തെറ്റുകൾ വന്നിരിക്കാം, മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകൾ വന്നു എന്ന് വരാം. എങ്കിലും ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 6ാം ക്ലാസ് മുതൽക്ക് ഞാൻ വേദം പഠിക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ വേദം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഹൈദരാബാദിൽ PhD ചെയ്ത് തിരിച്ചു വന്നപ്പോൾ 6ാം ക്ലാസ് മുതൽക്ക് എന്നെ വേദം പഠിച്ച ശ്രീരാമശാസ്ത്രി എന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ പിന്നെ തിരുവനന്തപുരത്തേക്ക് ഹൈദരാബാദിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വേദം പഠിപ്പിച്ചത് ഗോപാല ഘനപാടികൾ എന്ന് പറയുന്ന വേദപണ്ഡിതനാണ്. തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്ന് സ്വർണ്ണ വളയം കിട്ടിയ ആളാണ്. അപ്പോൾ വേദം എൻ്റെ പഠന ഭാഷയാണ്. മാത്രമല്ല, ഞാൻ MSc എടുത്തിരിക്കുന്ന പ്ലാന്റ് പ്രോഡക്ട്സ് ലിപ്പിഡ്സ് ആണ്. അപ്പോൾ ഞാൻ കൊഴുപ്പിനെ കുറിച്ചും പ്ലാന്റ് പ്രോഡക്റ്റിനെ കുറിച്ചും സസ്യാഹാരത്തെക്കുറിച്ചും എല്ലാം പറയുമ്പോൾ അതിൻ്റെ MSc സബ്ജക്റ്റാണ്. അതുപോലെ രണ്ടാമതൊരു MSc എടുത്തു, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി. എല്ലാ മെഡിസിനെ കുറിച്ചും അതിനകത്ത് പഠിക്കാനുണ്ട്. അതുപോലെ ബയോകെമിസ്ട്രിയും അതിൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ ബയോകെമിസ്ട്രി, ആചാരങ്ങളും ബയോകെമിസ്ട്രിയും ചേർത്ത് പറയുമ്പോൾ അതെൻ്റെ വിഷയമാണ്. മരുന്നുകളുടെ ഗുണദോഷം പറയുമ്പോൾ അതെൻ്റെ വിഷയമാണ്. കൊളസ്ട്രോളിനെ കുറിച്ചും എല്ലാം ഞാൻ പറയുമ്പോൾ എൻ്റെ ബയോകെമിസ്ട്രിയുടെ വിഷയമാണത്. ഇൻഡസ്ട്രിയൽ സോഷ്യോളജി 3ാമത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തു. ഈ മതങ്ങൾ, ഇസ്ലാം മതത്തെക്കുറിച്ചും ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചും ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ കൾച്ചറിനെ കുറിച്ചും
സോഷ്യോളജിയിൽ 2 വർഷം 18 പേപ്പറാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ മറ്റ് മതങ്ങളെക്കുറിച്ച് പറയുന്നതും സോഷ്യൽ സ്റ്റാറ്റസ്, ആന്ത്രോപോളജി ഇതൊക്കെ പറയുന്നതും എൻ്റെ MA ഡിഗ്രിയുടെ ഭാഗമാണ്. അത് ഞാൻ തന്നെത്താനെ ഉണ്ടാക്കി പറയല്ല. പരീക്ഷയ്ക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവുന്ന എൻ്റെ സബ്ജക്റ്റാണത്. അതേപോലെ തന്നെ മാനസ ഗംഗോത്രിയിൽ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് ജേർണലിസത്തിന്റെ ടോപ്പ് ഡിപ്ലോമ എടുത്തിട്ടാണ് ഞാൻ വന്നത്. അപ്പൊ ഞാൻ ജേർണലിസത്തെക്കുറിച്ചും പത്രമാധ്യമങ്ങളെക്കുറിച്ച് പറയുന്നതും എൻ്റെ തലയിൽ ഉദിക്കുന്ന ചില തോന്നലുകളല്ല. എന്താണോ ജേർണലിസം അത് വളരെ വ്യക്തമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായിട്ട് വന്നിരിക്കുന്നതാണ്. എൻ്റെ PhD ബയോകെമിസ്ട്രിയിലാണ്. ഞാൻ ഹൈദരാബാദിൽ 623 ദിവസം കൊണ്ട് PhD കംപ്ലീറ്റ് ചെയ്തു. ഇന്റർനാഷണൽ ലെവലിൽ 7-8 പേപ്പറും നാഷണൽ ലെവലിൽ 6-7 പേപ്പറും പബ്ലിഷ് ചെയ്തിട്ടാണ് PhD തീസിസ് എഴുതിയത്. അപ്പോൾ PhDയിൽ ബയോകെമിസ്ട്രിയാണ്. പ്ലാന്റ് ബയോകെമിസ്ട്രിയും ആനിമൽ ബയോകെമിസ്ട്രിയുടെയും കമ്പാരിസണോട് കൂടി ചേർത്തിട്ടാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട കാനഡയിൽ 1 വർഷം ഉണ്ടായിരുന്നു. പ്യൂർ ബയോകെമിസ്ട്രി ആയിരുന്നു എൻ്റെ സബ്ജക്റ്റ്. അതുപോലെ തന്നെ അമേരിക്കയിലെ ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ ക്ലാസ് എടുക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 10 ദിവസം 20 ദിവസം വർക്ക് ചെയ്യാനും ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എൻ്റെ സബ്ജക്റ്റാണത്. പിന്നെ സംസ്കൃതം നല്ലവണ്ണം പഠിച്ച് അതിലെല്ലാ പൈതൃക ഗ്രന്ഥങ്ങളും പഠിച്ച് ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലേക്ക് 2ാമത്തെ PhDക്ക് തീസിസ് സബ്മിറ്റ് ചെയ്തു. അത് ഇവാലുവേറ്റ് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവിടെ കിടക്കാണ്. അപ്പൊ സെൻട്രൽ മിനിസ്ട്രി നേരിട്ട് UGC വഴിക്ക് ദേശീയ സംസ്കൃത വിദ്യാപീഠത്തിലൂടെ UGC എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ നൽകി. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന സംസ്കൃത വാക്കുകളും സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ 1947 ശേഷം ഒരു സയന്റിസ്റ്റിനെ ഇന്ത്യയിൽ ഡീലിറ്റ് കൊടുത്തിട്ടുള്ളൂ. ആ ഡീലിറ്റ് വാങ്ങിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അത് വലിയൊരു പ്രോജക്റ്റായിട്ടാണ് എനിക്ക് ഡീലിറ്റ് തന്നത്. 8 സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. IISCയിലെ ഈ വിഷയത്തിൽ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികൾ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികൾ, സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എക്സ്പെർട്ടായിട്ടുള്ള വ്യക്തികൾ, പിന്നെ ശരിക്കും പബ്ലിക്കിന്റെ മുമ്പിൽ സെമിനാർ നടത്തിയിട്ട് തീസിസ് സബ്മിറ്റ് ചെയ്തിട്ട് അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ല IISCയിലെ വ്യക്തികൾ ഇവരെല്ലാവരും എൻ്റെ തീസിസ് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് യുണീക്ക് തീസിസ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ബിരുദം തന്നത്. അത് ഒരു വ്യക്തിക്കോടുള്ള ഇഷ്ടം തോന്നിയത് കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും തന്നതല്ല. എൻ്റെ തീസിസ് ഇന്നും ഉണ്ട്. അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എനിക്ക് 20,000 രൂപ വെച്ചിട്ട് ഓരോ എഡീഷനും പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള സബ്സിഡി തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജും ടെക്നോളജിക്കൽ ഹെറിറ്റേജും ഒക്കെ ഞാൻ ഡിഗ്രി ഉപയോഗിച്ച് പഠിച്ച ആളാണെന്ന് വലിയ അഹങ്കാരത്തോടു കൂടി പറയല്ല. അതുകൊണ്ട് ആ വിഷയം എനിക്ക് സ്വാധീനമുണ്ട്. 4ാം ക്ലാസ് മുതൽക്ക് അമ്പലത്തിലെ പൂജ നടത്താനും ഹോമങ്ങൾ നടത്താനും തന്ത്രസമുച്ചയ പ്രകാരം പഠിച്ച ആളാണ്. രാമകൃഷ്ണ ശാസ്ത്രി എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിലാണ് ഞാൻ ഈ പൂജാ മന്ത്രങ്ങളൊക്കെ പഠിച്ചത്, ഹോമങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ അതെന്റെ വിഷയമാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പ്രഭാഷണം നടത്താൻ ഞാൻ ട്രെയിനിങ് കിട്ടിയിട്ടാണ്. 7ാം ക്ലാസ് മുതൽക്ക് പ്രഭാഷണം നടത്താറുണ്ട്. അപ്പോൾ പ്രഭാഷണം നടത്തുന്നതിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ സബ്ജക്റ്റിന്റെ ഭാഗമാണ്. മുത്തുസ്വാമിയുടെ കീഴിൽ 6-7 കൊല്ലം ഞാൻ ജ്യോതിഷം പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് സ്കൂളിൽ പോകുന്ന കോളേജിൽ പോകുന്ന മാതിരി അല്ല പഠിച്ചത്. ഇടയ്ക്ക് പോകും, ഓരോ പോയിന്റുകൾ ചർച്ച ചെയ്യും, അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ ജ്യോതിഷം എന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റ് അല്ല. ഗുരുവിന്റെ അടുത്ത് ഇരുന്ന് പഠിച്ച് ഞാൻ പറയുന്നതാണ്. അതേപോലെ യോഗ ധന്യമായിട്ട് പഠിച്ചതാണ്. സൈക്കോളജി ICTA എന്നൊരു സ്ഥാപനമുണ്ട് കളമശ്ശേരി, എറണാകുളത്ത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ്. അവിടെ 6 മാസത്തെ കോഴ്സാണ്. പള്ളിയിൽ താമസിച്ചിട്ടാണ്. പള്ളിയിലെ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ് എന്നെ പഠിപ്പിച്ചത്. കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ് അത് 2 ആഴ്ചത്തെ കോഴ്സാണ്. പക്ഷെ എനിക്ക് നല്ല ഡീപ്പായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 6 മാസത്തെ കോഴ്സാണ് അവരെന്നെ പഠിപ്പിച്ചത്. അവർക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈക്കോളജി, കൗൺസിലിംഗ് ആൻഡ് ട്രാൻസാക്ഷൻ അനാലിസിസ് ഒന്നും അന്യമായിട്ടുള്ള സബ്ജക്റ്റ് അല്ല, ഞാൻ പഠിച്ച സബ്ജക്റ്റാണ്. അപ്പോൾ സംസ്കൃതവും ഞാൻ പഠിച്ച സബ്ജക്റ്റാണ്. വേദവും ഇന്നും 43 വർഷമായിട്ട് മുടങ്ങാതെ വേദം വായിക്കാറുണ്ട്. ഇന്ന് ഞാൻ വേദം വായിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പ്രഭാഷണം നടത്താൻ വന്നത്. ഞാൻ ചക്കംകുളങ്ങര ക്ഷേത്രത്തിൽ, തൃപ്പൂണിത്തുറയിലും എറണാകുളത്തെ പരമാര ക്ഷേത്രത്തിലൊക്കെ പൂജാരിയായിട്ടിരുന്ന ആളാണ്. അത്യാവശ്യം ചോറ്റാനിക്കരയിൽ അസിസ്റ്റന്റ് ആയിട്ട്, അകത്തേക്ക് കയറിയിട്ട് പൂജ നടത്തിയിട്ടില്ല, നല്ലോണം അറിയാം. നല്ല ഹോമങ്ങൾ നടത്താൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
വീണ്ടും ഞാൻ പറയുന്നു, അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ 10 145 ചെറുതും വലുതുമായിട്ടുള്ള പുസ്തകം എഴുതിയിട്ടുണ്ട്. 10 450 CD ഇറക്കിയിട്ടുണ്ട്. ഇപ്പൊ പെൻഡ്രൈവുകളാണ് ഇതെല്ലാം ഇറക്കുന്നത്. ഒരുപക്ഷെ ആൾ ഇന്ത്യ റേഡിയോയിൽ ഏറ്റവും കൂടുതൽ സ്പീച്ച് കൊടുത്തിരിക്കുന്ന ആൾ ഞാനാണ്. TV-യിൽ സ്പീച്ച് കൊടുക്കാറുണ്ട്, കമന്ററിക്ക് പോകാറുണ്ട്. 5.5 6 വർഷം അമൃത TV-യിൽ 7 സബ്ജക്റ്റ് ഞാൻ കൊടുത്തിരുന്നു. ആചാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ശാസ്ത്ര പൈതൃകത്തെക്കുറിച്ചും 6 വർഷം അമൃത TV-യിൽ മുടങ്ങാതെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഭഗവത്ഗീതയെക്കുറിച്ചിട്ട് ജനം TV-യിൽ 6:50 മുതൽ 7 വരെ ക്ലാസ് ഉണ്ട്. ഈ സബ്ജക്റ്റുകളെല്ലാം എൻ്റെ പഠന വിഷയമാണ്. ഇതുകൂടാതെ IIT പ്രൊഫസർമാര് ICFI ബിസിനസ് സ്കൂൾ IBS-ൽ IIT ക്യാമ്പസിൽ വെച്ചിട്ടാണ് ഞാൻ MBA എടുത്തത്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം MBA നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്. വളരെ ഒറ്റ അറ്റംപ്റ്റിനാണ് MBA പാസ്സായത്. ഒരു പേപ്പർ പോലും എനിക്ക് റീറൈറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു പേപ്പറിന് കുറച്ച് മാർക്ക് കുറഞ്ഞത് കൊണ്ട് തോറ്റിട്ടില്ല എങ്കിലും ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അത് വീണ്ടും എഴുതി എന്നുള്ളതല്ലാതെ. അപ്പൊ MBA എൻ്റെ സബ്ജക്റ്റിന്റെ ഭാഗമാണ്. ഞാൻ ഈ ബിസിനസ് മാനേജ്മെന്റ്, രാമായണത്തിലെ ബിസിനസ്, മഹാഭാരതത്തിലെ ബിസിനസ്, ഭഗവത്ഗീതയിലെ ബിസിനസ്, ഇതെല്ലാം MBA പഠിച്ചിട്ടാണ് പറയുന്നത്, അല്ലാതെ എൻ്റെ തോന്നലുകൾ പറയല്ല. ഈ വിഷയങ്ങളെല്ലാം പഠിക്കാൻ ഭാഗ്യം കിട്ടി. അതൊരു വലിയ കാര്യമാണെന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും പറഞ്ഞതല്ല. സാറ് എന്തിനാ വൈവിധ്യമാർന്ന വിഷയങ്ങളിലൂടെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുത്തു. അത്രയേ ഉള്ളൂ. അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ച വളരെ നല്ല അനുഭവമുണ്ട്. രാഷ്ട്രീയവും അന്യമൊന്നുമല്ല എനിക്ക്. ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് ആരായാലും അവരുടെ കൂടെ നിൽക്കുക അതെൻ്റെ ജന്മലക്ഷ്യവും മാർഗവുമാണ്. ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും എതിരെ ആര് പ്രവർത്തിച്ചാലും അതിന് പ്രതികരിക്കുക എന്നുള്ളതും എൻ്റെ ജന്മലക്ഷ്യമാണ്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാളും ജീവിക്കുന്നിടത്തോളം ധന്യമായിട്ട് ജീവിക്കാം. അതുകൊണ്ടാണ് എനിക്ക് അറിയാവുന്ന വിഷയങ്ങൾ, അറിയാത്ത വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറയില്ല. കെമിസ്ട്രി എൻ്റെ സബ്ജക്റ്റാണ്. MSc കെമിസ്ട്രിയാണ്. ഇപ്പൊ കെമിസ്ട്രിയെക്കുറിച്ച് ഞാൻ പറയാം. മെഡിസിൻ എൻ്റെ സബ്ജക്റ്റാണ്. ബയോകെമിസ്ട്രി എൻ്റെ സബ്ജക്റ്റാണ്. പ്ലാന്റ് പ്രോഡക്ട്സും ഫാക്റ്റും എൻ്റെ സബ്ജക്റ്റാണ്. പ്രകൃതി ചികിത്സ നല്ല രീതിയിൽ ഗാന്ധി സ്മാരക നിധിയിൽ പഠിച്ചിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ട് പ്രായോഗികമായിട്ട് മറ്ററിവുകൾ ചേർത്ത്. MBA ആണെങ്കിലും ജേർണലിസം ആണെങ്കിലും പ്രഭാഷണതാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചത് വ്യത്യസ്ത വിഷയങ്ങൾ. പിന്നെ ഈ വ്യത്യസ്ത വിഷയങ്ങൾ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നു? ഇതൊന്നും വ്യത്യസ്ത വിഷയമല്ല. രാഷ്ട്രവും ധർമ്മവും എടുക്കുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒറ്റ ലക്ഷ്യമെടുക്കാം. എൻ്റെ രാഷ്ട്രം, എൻ്റെ ധർമ്മം, എൻ്റെ സംസ്കാരം. അതിന് മെഡിസിൻസ് അതിൻ്റെ മിസ്യൂട്ടിലൈസേഷൻ വിഷയമാണ്, ഫുഡ് വിഷയമാണ്. ഇപ്പം നമ്മൾ ഇന്നും നോക്കാനുള്ളത് രാഷ്ട്രം, ജനത, ജീവിതം, ഇതിൽ ബന്ധമില്ലാത്ത ഒരു സബ്ജക്റ്റും ഇല്ല. പൊളിറ്റിക്സ് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ പൊളിറ്റിക്സ്? ജേർണലിസം രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? പിന്നെ എത്രയോ വ്യക്തികൾക്ക് നമുക്ക് ISO, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന് ISO 9001 ഉണ്ട്. ആ ISO മുഴുവനും പഠിച്ചിട്ടാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത്. സ്കൂളിനുണ്ട്, നാഷണൽ ഹെറിറ്റേജ് സെന്ററിനുണ്ട്, ഒക്കെ ISO 9001 ഉണ്ട്. ISO പഠിച്ചിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ISO ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ് എടുത്ത ആളാണ്. പുതിയ സബ്ജക്റ്റ് ഒന്നുമല്ല എനിക്കത്. അപ്പോൾ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ ഹ്യൂമൻ സ്കിൽ ഡെവലപ്മെന്റ് എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം കുറേ പഠിച്ചതുകൊണ്ടാണ് ഞാൻ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഏത് വിഷയം പറയുമ്പോഴും അതിൻ്റെ കൂടി പഠനം കൂടി നടത്തിയിട്ടേ പറയാറുള്ളൂ എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത് ഞാൻ നേരത്തെ ഭാഗികമായിട്ട് പറഞ്ഞതാണ്. വീണ്ടും പറയാൻ കാരണം പല പല വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് തോന്നിയ പോലെ സംസാരിക്കുകയാണോ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ല, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടോട് കൂടിയാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ശരിക്കും 2 മാസമാണ് ഹിന്ദു ന്യൂസ് പേപ്പർ ചെന്നൈയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫെലോഷിപ്പോടുകൂടി പത്രാധിപരായിട്ട് പ്രവർത്തിച്ചത്. ഹിന്ദു ന്യൂസ് പേപ്പറിൽ. അതേപോലെ തന്നെ കാനഡയിൽ വർക്ക് ചെയ്തത് കനേഡിയൻ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ക്ഷണമനുസരിച്ച് പോയതാണ്. ഞാൻ തന്നെ അപ്ലൈ ചെയ്തതല്ല. അവരങ്ങോട്ട് വിളിച്ച് സൂപ്പർ ക്രിട്ടിക്കൽ കാർബൺ ഡൈ ഓക്സൈഡിൽ വർക്കിന് വേണ്ടിയിട്ട് പോയതാണ്. എല്ലാം അർഹിക്കുന്ന രീതിയിലുള്ള ഇൻവിറ്റേഷനും ബാക്കിയുള്ളതെല്ലാം കിട്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് വളരെ വിനീതമായിട്ട് പറയുന്നു. വീണ്ടും ഓർമ്മിക്കുക, അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറഞ്ഞതല്ല.
കുറേ പേരത് ആ ചോദ്യം വന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.